ഇന്ത്യൻ സിനിമയുടെ തലൈവർ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ കൂലി എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തി. 75 വയസ്സുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമാഭിനയത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കൂലി തിയേറ്ററിലെത്തുന്നത്. പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന സിനിമയാണ് കൂലി. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായ നാഗാർജുന, ഉപേന്ദ്ര, അതുപോലെ തന്നെ ഹോളിവുഡ് സൂപ്പർ സ്റ്റാറായിട്ടുള്ള അമീർ ഖാൻ അടക്കമുള്ള ആളുകൾ, ശ്രുതി ഹാസൻ, സത്യരാജ് തുടങ്ങിയ നടന്മാരെയെല്ലാം, മികച്ച നടന്മാരെയെല്ലാം ലഭിച്ചിട്ടും നല്ല ഒരു തിരക്കഥ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ലോകേഷ് കനകരാജിൻ്റെ കൂലി തിയേറ്ററുകളിൽ മോശമായ അനുഭവം പങ്കുവെക്കുന്നത്. ലോകേഷ് കനകരാജിൻ്റെ കൈദിയും വിക്രമും അതുപോലെ തന്നെ മാസ്റ്ററും ലിയോയും ഒക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന സിനിമ തന്നെയാണ് കൂലി. പ്രേക്ഷകർ കണ്ടുമടുത്ത സെൻറ്റിമെൻറ്റ്സും ആക്ഷനും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലോകേഷ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. തൻ്റെ പ്രായത്തിൻ്റെ ആവശ്യതയൊക്കെ മറികടന്നുകൊണ്ട് ഈ സിനിമയിൽ നിറഞ്ഞാടാൻ സൂപ്പർ സ്റ്റാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണമാകുന്നത്. കാമിയോ റോളിലെത്തുന്ന ഉപേന്ദ്രയ്ക്ക് ഒന്നും സിനിമയിൽ ചെയ്യാനില്ല. മാത്രമല്ല, അവസാനം വന്ന 2 വീഡിയോ വലിച്ചു പോകുന്ന അമീർ ഖാൻ ആവട്ടെ ഒട്ടും തിളങ്ങാത്ത വിധത്തിൽ കഥ പോലും ചോദിക്കാതെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് അമീർ ഖാൻ പറയുകയുണ്ടായി. പക്ഷേ കഥ ചോദിക്കാതിരുന്നതിൻ്റെ കുഴപ്പമെന്താണെന്ന് സിനിമയിൽ അറിയുന്നുമുണ്ട്. തൻ്റെ സ്ഥിരം ശൈലിയിലൂടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം അനിരുദ്ധ് നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ വിജയിച്ചു എന്ന് പറയാനൊന്നും കഴിയില്ല. മാത്രമല്ല, ഈ സിനിമയുടെ എടുത്തു പറയാവുന്നൊരു കാര്യം സൗവിൻ സ്രാഗറിൻ്റെ മോണിക്ക എന്ന് തുടങ്ങുന്ന ഗാനം, അതിനകത്തുള്ള നൃത്തച്ചുവടുകളൊക്കെ മനോഹരമാക്കി മാറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സൗവിൻ സ്രാഗറിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ഓറയുമൊക്കെയാണ്. സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെയും വലിയ കയ്യടികളോ ആർപ്പുവിളികളോ ഇല്ലാതെയാണ് സിനിമയുടെ എല്ലാ രംഗങ്ങളും കടന്നു പോകുന്നത്. സിനിമ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ തല്ലുവാങ്ങാൻ വേണ്ടി വരുന്ന ബാബുരാജ് സിനിമയുടെ അവസാനം അമീർ ഖാൻ്റെ വെടികൊണ്ട് മരിക്കുന്നതായിട്ടും കാണാം. എന്തിനാണ് ബാബുരാജ് ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മാത്രമല്ല, തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന രജനീകാന്തിനെ ഒട്ടും ഗുണകരമല്ലാത്ത സിനിമയായി മാറുന്ന കൂലി എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.